അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, നവകേരള യാത്രക്കിടെ മർദ്ദനമേറ്റതിൻ്റെ പേരിലായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമെങ്കിലും ഇന്ന് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം കേരളത്തിലെ പോലീസ് രണ്ട് പ്രതിഷേധങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിലാണ്. ഇപ്പോൾ ഗവർണർക്കെതിരായിട്ട് SFI തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ അവർക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ അവരെ തൊട്ടു തലോടി പോലീസ് നിൽക്കുകയും, എന്നാൽ തെരുവിലിറങ്ങി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചപ്പോൾ അവരെ തല്ലിച്ചതയ്ക്കുകയും അതല്ലെങ്കിൽ അവരുടെ വനിതാ പ്രവർത്തകരെ ഈ വിധത്തിൽ അവർ ഉന്നയിക്കുന്ന ആക്ഷേപം അനുസരിച്ച് പുരുഷ പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തുകയും അതിനൊരു സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു. കേരളത്തിലെ പോലീസ് എങ്ങനെയാണ് ഒരു ഭരണപക്ഷ അനുകൂല സംഘടനയുടെ പ്രതിഷേധത്തെയും ഒരു പ്രതിപക്ഷ സംഘടനയുടെ പ്രതിഷേധത്തെയും കൈകാര്യം ചെയ്തത് എന്നതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അവർ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, പ്രതിഷേധിക്കുക എന്നത് ഒരു ജനാധിപത്യ അവകാശമാണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുമ്പോൾ പോലീസ് നേരിടുന്ന രീതി മനസ്സിലാക്കാം. പക്ഷെ DYFI പ്രവർത്തകർ വന്ന് തലയടിച്ച് പൊട്ടിക്കുന്ന സമരം അല്ലെങ്കിൽ പ്രതിരോധം അതെന്താണ്, എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു എന്നതാണ് അവരുടെ ചോദ്യം. ഈ രണ്ട് കാര്യങ്ങളിലും ഇപ്പോൾ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രതിഷേധങ്ങളെ തെറ്റായി കൈകാര്യം ചെയ്തതിനുള്ള മറുപടിയല്ലേ? മിസ്റ്റർ ഗോപികൃഷ്ണൻ, കഴിഞ്ഞ 3-4 ദിവസമായി ഇത്തരത്തിൽ നടന്ന താങ്കൾ ചൂണ്ടിക്കാണിച്ച രണ്ട് സംഭവങ്ങളുടെയും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്, എന്താണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് എന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് സംസാരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ കറുത്ത ബനിയൻ ധരിച്ച് കറുത്ത ബലൂണുകൾ ഉയർത്തി കറുത്ത കൊടികൾ ഉയർത്തി അവിടെ നടന്ന സമാധാനപരമായിട്ടുള്ള സമരം, ആ സമരം അതിശക്തമായി ജനങ്ങൾ ഏറ്റെടുത്തതും നല്ല പിന്തുണ കിട്ടിയതും SFI പ്രസ്ഥാനം ഏറ്റവും നന്നായി തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തുവെന്ന് ഞങ്ങളെ വിമർശിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ അടക്കം ഇവിടെ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട്. കാരണം അവിടെ ഈ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ നടത്തിയ ഇടപെടലുകൾക്കെതിരായിട്ടുള്ള സമരമായിരുന്നു. ആ സമരം ഗവർണർ അവിടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വന്ന് ഗസ്റ്റ് ഹൗസിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ വന്ന് താമസിക്കുന്നു, സ്വകാര്യ ആവശ്യത്തിന് വന്ന് താമസിക്കുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് നടത്തിയ നീക്കുമ്പോൾ ആ നീക്കത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കരിങ്കല്ലില്ല, ഞങ്ങളുടെ കയ്യിൽ കുറുവടിയില്ല, ഞങ്ങളുടെ കയ്യിൽ വലിയ മരക്കഷ്ണമില്ല, പോലീസിന്റെ ഷീൽഡുകൾ തകർക്കുന്ന ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് ബലൂണും ഞങ്ങൾ ധരിച്ചിരുന്നത് കറുത്ത ബനിയനുകളും അതുപോലെ കറുത്ത തുവാലിയും മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ ദൃശ്യങ്ങളും പോലീസ് കൊണ്ടുപോകുന്ന എല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെയും പരിക്കേൽക്കുന്ന പലരുടെയും തല പൊട്ടി ചോരയൊഴുകുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ അവിടെ ആക്രമണത്തിന്റെ പാതയല്ല സ്വീകരിച്ചത്, സമാധാനത്തിന്റെ പാതയാണ് അവിടെ സ്വീകരിച്ചത്. ഞങ്ങൾ പാട്ടുപാടി, ഞങ്ങൾ ചിത്രം വരച്ചു, ഞങ്ങൾ കവിതകൾ ചൊല്ലി, ഞങ്ങൾ വിപ്ലവ ഗാനങ്ങൾ ചൊല്ലി ഞങ്ങളുടെ സമരമുദ്രാവാക്യം മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി രാത്രിയും പകലും ആൺകുട്ടികളും പെൺകുട്ടികളും അതിശക്തമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തു. എന്നാൽ തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചത്? എന്താണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു സമരം നടത്താനുള്ള ആഹ്വാനം? എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസ് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രത്യേകമായി ഒരു മാർച്ച് നടത്താൻ എന്താണ് കാരണം? അത് ഇന്നലെ KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ RSSന് വെള്ള പൂശി ഗവർണർ നടത്തുന്ന പ്രവർത്തനത്തെ 100% ന്യായീകരിച്ച് പ്രസ്താവന ഇറക്കിയപ്പോൾ അതിനെതിരെ കോൺഗ്രസ് പ്രതികരിച്ചു. ജനങ്ങൾക്കിടയിൽ കോൺഗ്രസും BJPയും ഒരേ നയമുള്ളവരാണ്, സമമാണ് എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയ ഒരാക്രമണമാണ്. അവിടെ പറഞ്ഞത് ഏറ്റവും ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു തിരിച്ചടയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ആരും പിരിഞ്ഞു പോകരുത്, തിരിച്ചടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഷാഫി പറമ്പിലും അതേ വാചകം തന്നെ പറഞ്ഞു, പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് കലാപത്തിലേക്ക് നീങ്ങണം എന്ന രൂപത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. അത് ഉദ്ഘാടനം ചെയ്യാമെന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തിരിച്ചടിക്കണം എന്ന് അദ്ദേഹം 10 തവണ പറഞ്ഞു. അപ്പൊ തിരിച്ചടിക്കണം എന്ന് പറയുമ്പോൾ ആയുധ ശേഖരമെല്ലാം കൃത്യവെച്ചുകൊണ്ട് തിരിച്ചടിക്കണം എന്നതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഒരു സംശയം വേണ്ട, എണ്ണി അടിക്കും, തിരിച്ചടിക്കും, എണ്ണി അടിക്കും എന്ന് പറഞ്ഞ് കൂടുതൽ സമരാഹ്വാനം, കലാപാഹ്വാനം നൽകി. അതുപോലെ ലാസ്റ്റ് പറഞ്ഞു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് അരുൺ, ഒരൊറ്റ കാര്യം, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് എന്തുകൊണ്ടാണ് നോക്കി നിന്നത്? ഞാൻ അതിലേക്ക് വരാം. ഞാൻ രണ്ടാമത്തെ ചോദ്യമാണല്ലോ, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരവും കഴിഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞ വാചകം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകും എന്നതാണ്. ആരാണ് കുഞ്ഞുങ്ങൾ? ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ
ഒരു സുഹൃത്തായ സ്ത്രീയെ കൊണ്ടുവന്ന് വെട്ടിനുറുക്കി കൊന്ന് മുറ്റത്ത് കുഴിച്ചിട്ട ഒരു കുഞ്ഞ്, അതുപോലെ തന്നെ കഞ്ചാവ് കേസിൽ കൊല്ലത്ത് പിടിക്കപ്പെട്ട വലിയ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസിന്റെ കുഞ്ഞ്, അടുത്ത കാലത്ത് പിടിച്ച കോട്ടയത്തെ MDMA കേസിലെ യൂത്ത് കോൺഗ്രസിന്റെ കുഞ്ഞ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ച് എൻറോൾ ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ നേതാക്കന്മാരായ കുഞ്ഞ്, അതുപോലെ തന്നെ കോട്ടയത്ത് വ്യാജ നിയമന ഉത്തരവ് നൂറുകണക്കിന് ആളുകൾക്ക് കൊടുത്ത് ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുന്ന ആ കുഞ്ഞിന്റെ പിന്മുറക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സന്യാസത്തിന് പോകുമെന്നാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിൽ KPCCയുടെ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് ഇത് കോൺഗ്രസ് സ്പോൺസേഡ് കലാപമാണ്. പോലീസുകാരെ നിരവധി ആക്രമിച്ചു, വനിതാ പോലീസുകാരെ ആക്രമിച്ചു, പോലീസിന്റെ വാഹനങ്ങൾ തകർത്തു, പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു പൊളിച്ചു, അതുപോലെ ഒരുപാട് നഷ്ടം പോലീസിന് വരുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെടലാണ് ഉണ്ടായത്. ഇത് സ്പോൺസർ ചെയ്ത് കലാപം ഉണ്ടാക്കുന്നത് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിന് മുമ്പ് ഇവർ പൂർത്തീകരിച്ച അജണ്ട പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമാണ്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ വോളണ്ടിയർമാരായി NCC, NSS, അതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, DYFIക്കാരടക്കം പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടാനും അതുപോലെ തന്നെ നവകേരള സദസ്സ് തടസ്സപ്പെടുത്താനും തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്തു വരുന്നവരെ വോളണ്ടിയേഴ്സ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് കേസുകളും എടുത്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരനായ അജിമോനെ പുറത്തുനിന്ന് ചവിട്ടിയതും മുഖ്യമന്ത്രി കടന്നുപോയ ശേഷവും പ്രതിഷേധക്കാരെ ലോക്കൽ പോലീസ് പിടിച്ചു നിർത്തിയ ശേഷവും ഗൺമാൻ ഇറങ്ങി പൊതിരെ തല്ലിയതും, പിന്നെ ഇന്നിപ്പോൾ ഈ രാവിലെ ദിനപത്രങ്ങളിൽ കണ്ട ചിത്രം പോലീസ് ലാത്തി വീശിയും DYFIക്കാർ കല്ലെടുത്തും പ്രതിഷേധക്കാരെ ആക്രമിക്കുന്നതും ഒക്കെ ഈ ഗണത്തിൽപ്പെടുന്നതാണോ? ഞാൻ പറഞ്ഞല്ലോ, വോളണ്ടിയേഴ്സ് എന്ന രൂപത്തിൽ ഈ നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ 10,000-കണക്കിന് ആളുകൾ വരുന്ന സദസ്സിൽ അച്ചടക്കം പാലിക്കുവാനും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ചെറുക്കാനും വേണ്ടി സന്നദ്ധ പ്രവർത്തകർ എന്ന രൂപത്തിൽ അവിടെ വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വിവിധ വിഭാഗം ആളുകളുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആക്രമണം സംഘടിപ്പിക്കാൻ മുദ്രാവാക്യം ഏതെങ്കിലും ഒരു പ്രഖ്യാപിത മുദ്രാവാക്യമുണ്ടോ? സദസ്സിലല്ലോ. പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ അവിടെ ഈ പ്രതിഷേധിക്കുന്നവരെ അടിക്കാൻ DYFIക്കാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ജീവൻ രക്ഷാ പ്രവർത്തകരെ അവിടെ പോലീസിന് പണിയില്ലേ? അതോ പോലീസിന്റെ കൂടെ ഒത്താശയോടുകൂടി അങ്ങനെ ചെയ്യാമെന്നാണോ? മുഖ്യമന്ത്രിയും മന്ത്രിയും കടന്നു പോകുമ്പോൾ വാഹനമുഖത്തിന്റെ മുന്നിലേക്ക് ചാടി ഒരു വലിയ അപകടം ഉണ്ടാക്കുക, പറ്റുമെങ്കിൽ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കുക, അങ്ങനെ നവകേരള സദസ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കുക എന്നത് കോഴിക്കോട് മുതൽ കണ്ണൂർ മുതൽ ഇവരുടെ പരിപാടിയായിരുന്നു. ആ പരിപാടി വിജയിക്കാത്തതിന്റെ ഏറ്റവും വലിയൊരു പ്രതിഷേധമാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടത്. ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്കൊക്കെ പരിക്കേറ്റു, മറ്റാണ് മറിച്ചാണ്. പച്ചയായിട്ട് ആക്രമിച്ച ഗവർണറെ SFIക്കാർ തടഞ്ഞതും ഇതേ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അത് കൃത്യമായിട്ടുള്ള, ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാനും തങ്ങൾക്ക് വൈസ് ചാൻസലർ തന്ന മെറിറ്റിന്റെ ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റി എവിടെ നിന്നാണ് ആ ലിസ്റ്റ് എന്ന് പോലും BJPക്കും കോൺഗ്രസിനും അറിയാതെ ശൂന്യതയിൽ നിന്ന് കുറെ ആളുകളെ അപ്പോയിന്റ് ചെയ്തതിനെതിരെ പരസ്യമായി SFI പ്രഖ്യാപിച്ച സമരവും ഒന്നും പ്രഖ്യാപിക്കാതെ ഒരു മുദ്രാവാക്യം മറ്റൊരു സമരപ്രഖ്യാപനം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. നിങ്ങൾ അതിനെ കലാപാഹ്വാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസ് എന്തൊരു മുദ്രാവാക്യം? എന്താണ് മുദ്രാവാക്യം? ഒന്ന് പറഞ്ഞേ താങ്കൾ. എന്താണ് മുദ്രാവാക്യം? പറഞ്ഞോളൂ. യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ പ്രതിരോധിക്കും, ഞങ്ങളെ ഇനി തല്ലിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും. അതൊരു മുദ്രാവാക്യമാണ്. ഞങ്ങളെ വഴിയിലിട്ട് DYFIക്കാർ തല്ലിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും, വേണ്ടി വന്നാൽ തിരിച്ചടിക്കും. യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യമാണ്. അത് പറഞ്ഞ് അവർ സമരത്തിൽ ഇറങ്ങുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. SFI അങ്ങനെ ചെയ്തിട്ടില്ലേ? DYFI അങ്ങനെ ചെയ്തിട്ടില്ലേ? ആയിക്കോട്ടെ, എന്താണ് ഈ ഞങ്ങളെ തല്ലിയാൽ എന്ന് പറയുമ്പോ, അല്ല ആയിക്കോട്ടെ, ഞങ്ങളെ തല്ലിയാൽ എന്താണ് അതിന് കാരണം? ഏതെങ്കിലും ഒരു മുദ്രാവാക്യം ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 35 ദിവസമായി നവകേരള സദസ്സ് നടക്കുന്നു. എന്താണ് കാരണം? ഇവിടെ ദൂർത്തെന്ന് പറഞ്ഞു, അതുപോലെ ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം പറഞ്ഞു, ഇവിടെ കിട്ടിയ പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം പറഞ്ഞു. അതൊക്കെ ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ തകർന്ന് തരിപ്പണമായി മാറി. ഒരു മുദ്രാവാക്യവും മുന്നോട്ട് വയ്ക്കാനാകാതെ കേരളത്തിലെ ജനങ്ങൾ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുമ്പോൾ, ജനപിന്തുണ കൂടി വരുമ്പോ പ്രധാനപ്പെട്ട ചാനലുകൾ സർവേ നടത്തുമ്പോഴും ഏറ്റവും മുൻനിര നേതൃത്വത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂന്നാമത്, താങ്കൾക്ക് ഇന്ത്യൻ ഭരണഘടന അറിയാവുന്നയാളാണ്. താങ്കൾ ജനാധിപത്യം എന്ന ഈ മഹത്തരമായ ആശയത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് അറിയുന്നയാളാണ്.
ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും മാലയിട്ട് പൂജിച്ച് തൊഴുകയോടുകൂടി അതിനെ സ്വീകരിച്ച് താണുവണങ്ങി നിൽക്കുന്ന സമ്പ്രദായമാണോ ജനാധിപത്യത്തിൻ്റെത്? അവിടെ പ്രതികരിക്കണ്ടേ? അവിടെ പ്രതിഷേധിക്കണ്ടേ? അവിടെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കില്ലേ? അപ്പോൾ പോലീസ് അതിനെ കൈകാര്യം ചെയ്തത് മനസ്സിലാക്കാം, ഒരു ക്രമസമാധാന പ്രശ്നം ആകുന്ന ഘട്ടത്തിൽ. അതല്ലാതെ ഡിവൈഎഫ്ഐക്കാർ കയറി കല്ലെറിഞ്ഞും അടിച്ചും ഒതുക്കുന്ന രീതി എന്താണെന്ന് മനസ്സിലായതേ ഇല്ല. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. നിങ്ങൾ ഈ ജനാധിപത്യ ഇപ്പോൾ SFIയുടെ സമരത്തെ താങ്കൾ പ്രകീർത്തിച്ചു, അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ സമാധാനമായ പ്രതിരോധ രീതികളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? അങ്ങനെ വന്നാൽ ഡിവൈഎഫ്ഐ അത് കൈകാര്യം ചെയ്യുമെന്നാണോ? ഇല്ലില്ല, ഒരിക്കലുമില്ല. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളോട് ഒരിക്കലും ഞങ്ങൾ വിമുഖത കാണിക്കില്ല. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഏറ്റവും അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ് ഞങ്ങളുടേത്. ഈ രാജ്യം കാവ്യവൽക്കരിക്കാൻ, നമ്മുടെ സർവകലാശാലകളെ തകർക്കുവാൻ, ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ, നമ്മുടെ ഭരണഘടനയെയും മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ യോജിച്ചുള്ള പ്രക്ഷോഭം നടത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇതൊക്കെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് മതി. കേരളത്തിൽ വരുമ്പോൾ ഒന്നാമത്തെ ശത്രു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മന്ത്രിമാരെല്ലാം പ്രഖ്യാപിത ശത്രുക്കളാണ്. ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താതെ ആക്രമിക്കുക, വാഹനത്തിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടുക, കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുക, നവകേരള സദസ്സ് തടസ്സപ്പെടുത്തുക, അത്തരത്തിൽ അക്രമത്തിന്റെ പാതയുമായി രംഗത്തിറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ആണ്. ഞങ്ങൾ ഒരു തരത്തിലും സമാധാനപരമായിട്ടുള്ള സമരത്തെയോ പ്രതിഷേധത്തെയോ എതിർത്തിട്ടില്ല. അവർക്ക് എത്ര വേണമെങ്കിലും നടത്താം, അതനുസരിച്ച് പോയിക്കോട്ടെ. ഇവിടെ നവകേരള സദസ്സ് തടസ്സപ്പെടുത്താൻ വരുമ്പോൾ ഓൾ ഇന്ത്യ ഇടപെടും, ജനാധിപത്യപരമായി തന്നെ അതിനെ നേരിടും. അത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വന്നാൽ അതിൻ്റെതായ രീതി നേരിടും. അതുമാത്രമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് കലാപമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളുമായി നവകേരള സദസ്സ് സമാപിക്കുകയാണ്. എങ്ങനെയെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം. ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ഈ ദൃശ്യങ്ങൾ കണ്ടവർക്ക് മനസ്സിലാകും. 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തിരുവനന്തപുരത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ എന്താണ് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഗുണ്ടകളും നടത്തിയത്, എന്താണ് അവിടെ കലാപത്തിനുള്ള ആഹ്വാനം നടത്തിയത്, പ്രതിപക്ഷ നേതാവ് അടക്കം യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാക്കന്മാരടക്കം നടത്തിയ കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം, അതെല്ലാം കൃത്യമായി മനസ്സിലാകും. ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ പുച്ഛിച്ച് തള്ളുമെന്നതിൽ യാതൊരു സംശയമില്ല. ശരി.